സോ ഇന്ന് ഡേ 6 ആണ്. നാളെ ഡേ 7 ഞാൻ നിങ്ങൾക്ക് എൻ്റെ വെയിറ്റ് കാണിക്കാം. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു 44 സംതിങ്ങിൽ ഉണ്ടായിരുന്നേ. അപ്പോൾ നാളെ എത്ര ചേഞ്ച് വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഡയറ്റിൽ പിന്നെ മാക്സിമം സീസണൽ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാൻ നോക്കാം. മാംഗോ വെയിറ്റ് ഗെയിനിങ് നല്ല ഹെൽപ്ഫുൾ ആണ്, അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ അത് ആഡ് ചെയ്യുന്നത്. കുറച്ച് കാര്യങ്ങളോട് സംസാരിക്കാന്ന് വിചാരിച്ചു. ഞാൻ ഹോം വർക്കൗട്ട് അല്ല ചെയ്യാനുള്ളത്, ജിമ്മിലെ പോലുള്ളൂ. പക്ഷെ കുറച്ച് ദിവസമായിട്ട് എനിക്ക് പോകാൻ പറ്റി വന്നതാണ്. കാര്യം ചെറിയൊരു മടി ഇത്. പിന്നെ നാളെ മുതൽ ജിമ്മിൽ പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ അങ്ങോട്ട് ഹോം വർക്കൗട്ട് ചെയ്യുന്ന ഉള്ള ആൾക്കാരെ സംബന്ധിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഡംബൽസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയാ കുറച്ച് ബേസിക് ആയിട്ടുള്ള ഹോം വർക്കൗട്ട് ചെയ്യാൻ പറ്റും. ഒന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കുക. അല്ലാതെ നിങ്ങൾക്ക് പുഷപ്സ് ചെയ്യാം, അതേപോലെ തന്നെ സ്ക്വാട്സ് ചെയ്യാം. മിനിമം ഒരു 50 സ്ക്വാട്സും 50 പുഷപ്പും ഡെയിലി ചെയ്യാൻ നോക്കുക. അതന്നെ നമ്മുടെ പുഷപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ മെയിൻ ഫുൾ അപ്പർ ബോഡി അവിടെ ഇൻക്ലൂഡ് ആവുന്നുണ്ട്. അപ്പൊ ഈ വർക്ക്ഔട്ട് എന്ന് പറയുന്നുണ്ടല്ലോ 20% മാത്രമാണ്. ബാലൻസ് 80%ഉം വെയിറ്റ് ഗെയിൻ ചെയ്യണം എന്നുള്ള ഫുഡാണ്. കാരണം എന്താ പറയാ, നമ്മൾ ഓവർ വർക്ക്ഔട്ട് ചെയ്യണം. ഫുഡ് കഴിക്കുന്നില്ലാന്നുണ്ടെങ്കിൽ പിന്നെ ഓവർ ചിലർ ചോദിച്ചു വർക്ക്ഔട്ട് ചെയ്താൽ മെലിയോ. അത് നിങ്ങൾ വർക്ക്ഔട്ട് നന്നായി ചെയ്യുന്നുണ്ട്, അതിനനുസരിച്ച് ഫുഡ് കഴിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും മെലിയും. അപ്പൊ വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് അത്രയും കലോറി ഫുഡും കൂടി നിങ്ങൾ കഴിക്കണം. അതായത് 80% വെയിറ്റ് ഗെയിനിന് ഫുഡാണ്, ബാലൻസ് 20% ആണ് വർക്ക്ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, കുറെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ എന്റെ ഓക്കെയാണ് വെയിറ്റ്, ഇനി താഴോട്ട് ഇനിയും പോകണ്ടെന്ന രീതിയിൽ. ബട്ട് ഞാൻ നോക്കുന്ന സമയത്ത് എന്റെ അണ്ടർ വെയിറ്റ് ആണ്. ഞാൻ സ്ലിം, അത്യാവശ്യം ഞാൻ ഓവർ മെലിഞ്ഞിട്ടല്ല എന്ന് പറഞ്ഞാൽ എനിക്ക് സന്തോഷം ഉണ്ടാക്കാം കമന്റ് കണ്ടപ്പോ. പക്ഷെ ഞാൻ എന്റെ കയ്യെ കുറച്ച് സ്ലിം ആണ്. എനിക്ക് ഓവർ വെയിറ്റ് ഗെയിൻ ചെയ്യണം അങ്ങനെ ആവണമെന്നല്ല ഞാൻ പറഞ്ഞത്. ബട്ട് ഒരു അണ്ടർ വെയിറ്റ് ഈ ഒരു 44 ഒരു 45 46 47 ഒരു 47 48 എനിക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോയാൽ മതി എന്നാണ്. മാത്രമല്ല ഒരു ഫിറ്റ് ആണോ, അത് അല്ലാതെ ജസ്റ്റ് വെയിറ്റ് ഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഇപ്പൊ വർക്ക്ഔട്ട് ചെയ്യുന്നതായിക്കോട്ടെ. അപ്പൊ നിങ്ങളും തന്നെ വെറുതെ വെയിറ്റ് ഗെയിൻ ചെയ്യാന്ന് പറഞ്ഞിട്ട് മാത്രം വെയിറ്റ് കൂട്ടാൻ നിൽക്കരുത്. അത് നമുക്ക് പിന്നീട് കുറയ്ക്കാൻ ബുദ്ധിമുട്ടാവുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഹെൽത്തി ആയിട്ട് ഒരു ഫിറ്റ് വെയിലും വെയിറ്റ് കൂട്ടാൻ നോക്കുക ആ ഒരു രീതിയിൽ. പിന്നെ എന്താ പറയാ, വെയിറ്റ് ഗെയിനിങ്ങിന് എക്സ്പെൻസീവ് ആണ്, പക്ഷെ ശരിക്കും എക്സ്പെൻസീവ് ആണ് കുറച്ചൊക്കെ. കാരണം നമ്മളിപ്പോ നട്ട്സ് ആയിക്കോട്ടെ, അല്ലാതെ നമ്മൾ ഇതിന് ഫുഡ് കാര്യങ്ങൾ നമ്മൾ മേടിക്കുന്ന സമയത്ത് എന്തായാലും അവിടെ എക്സ്പെൻസ് ആവും. ഈ ഡെയിലി എഗ്, ചിക്കൻ, ഇനി അല്ല വെജ് ആയിട്ടുള്ള ആൾക്കാർക്ക് പനീർ, അതേപോലെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ മേടിക്കുന്ന സമയത്ത് ആ എക്സ്പെൻസിന്റെ പാർട്ട് അത് വേറെ തന്നെയാണ്, അത് അവിടെ ഉണ്ട്. പിന്നെ എന്താണ്, ഹോം വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് ഗെയിൻ ചെയ്യാൻ പറ്റും. ജിമ്മിൽ തന്നെ പോകുന്ന നിർബന്ധമൊന്നുമില്ല, പോകുന്നവർക്ക് പോവാം, ഡിപ്പെൻസ് ആണ്. അല്ലാതെ ഒരുപാട് ഹോം വർക്ക്ഔട്ടിന്റെ വീഡിയോസ് യൂട്യൂബിൽ അവൈലബിൾ ആയിട്ട് കയറി ചെക്ക് ചെയ്ത് നോക്കാം. പിന്നെ ഓൾസോ ഒരു കാര്യം, നമ്മുടെ ആപ്സിന് വർക്ക്ഔട്ട് ചെയ്യുക. അതായത് ഇപ്പൊ തന്നെ 2-3 ദിവസമായിട്ട് എനിക്ക് തോന്നുന്നു എന്റെ വയറ് കുറച്ച് ചാടിയിട്ടുണ്ടെന്നുള്ള കാര്യം. കാരണം നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുകയാണ്, ഞാൻ അത്ര ഹെവി വർക്ക്ഔട്ട് വീട്ടിൽ ചെയ്യുന്നില്ലല്ലോ. അതേസം അതുകൊണ്ട് തന്നെ കഴിക്കുമ്പോൾ എന്റെ വയറ് ചാടും. എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞില്ല 50 kg ആയിരുന്ന സമയത്ത് എന്റെ വയറ് മാത്രമേ എടുത്ത് നിന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ ആപ്സിന് വർക്ക്ഔട്ട്, ഞാൻ പറഞ്ഞത് എന്റെ ട്രെയിനർ അപ്പോഴും പറഞ്ഞായിരുന്നു ആപ്സിന് കൂടി വർക്ക്ഔട്ട് ചെയ്ത് പോകണം. അപ്പൊ ഞാൻ പറഞ്ഞൊരു കാര്യമാണ്, എങ്ങനെയെങ്കിലും വെയിറ്റ് വെച്ചാൽ മതി, എവിടെയെങ്കിലൊക്കെ വയറ് ചാടിയാലും ഒരു കുഴപ്പമില്ല. പക്ഷെ ചാടിയപ്പോഴാണ് നമുക്ക് ഡ്രസ്സ് നമുക്ക് മനസ്സിലാവുന്നത് വയറ് മാത്രം ഇങ്ങനെ പൊന്തി നിൽക്കുന്ന പോലെ. അപ്പൊ ആപ്സിനും നിങ്ങൾ വെയിറ്റ് ഗെയിനിങ് ഇനീഷ്യലി സ്റ്റാർട്ട് ചെയ്ത് വർക്ക്ഔട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ കൂടെ തന്നെ ആപ്സിനും ചെറുതായിട്ട്, അതായത് വലിയ ലെവലിൽ അതിന് മാത്രം ഫോക്കസ് ചെയ്ത് ചെയ്തില്ലെങ്കിലും ഒരു ഡെയിലി ബേസിൽ കുറച്ചൊക്കെ ആപ്സിന് വർക്ക്ഔട്ട്, ഒരു ദിവസം ഇടപെട്ടിട്ട് ആയിക്കോട്ടെ ആപ്സിന് വർക്ക്ഔട്ട് ചെയ്ത് പോവാം. അപ്പോഴേ നിങ്ങൾക്ക് ആ ഒരു വയറ് മാത്രം ചാടാതിരിക്കത്തുള്ളൂ. പിന്നെന്താ, വെള്ളം 3 ലിറ്റർ ഞാൻ പറഞ്ഞത് വളരെ മിനിമം ആണ്. ഇപ്പൊ ചൂട് കൂടിയാണ്, അതുകൊണ്ട് തന്നെ പറ്റുന്നത്ര ഓവർ വെള്ളം കുടിക്കുന്നത് നല്ലതല്ല എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. മിനിമം ഒരു 3-4 ലിറ്റർ ഒക്കെ എങ്ങനെ പോലും വെള്ളം കുടിക്കാൻ നോക്കാം. പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്നത് ഉറക്കം. അതായത് മിനിമം 8 മണിക്കൂർ ഉറങ്ങുന്നത് പറയാനില്ലേ. അതേപോലെ തന്നെ ഇപ്പൊ ഞാൻ ഉറങ്ങുന്നത് 11 മുന്നേ ഉറങ്ങാൻ ട്രൈ ചെയ്യലുണ്ട്. അപ്പൊ 11 to 5. അതിന് ചില ദിവസങ്ങളിൽ എനിക്ക് ലീവാണ്, അല്ലെങ്കിൽ വേറെ കാര്യങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് ഞാൻ ഒരു 1 hour 2 hour ഉറങ്ങലുണ്ട്. അപ്പോൾ ഞാൻ അതല്ല, എനിക്ക് ഓഫീസിലോട്ട് പോകേണ്ട ആവശ്യമുണ്ട്, ഞാനൊരു ക്ലയന്റിന്റെ സോഷ്യൽ മീഡിയ മാനേജ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്ക് എന്റെ ഒരു ടൈം അനുസരിച്ച് പോയാൽ മതി. അപ്പൊ ഞാൻ അങ്ങോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഉറങ്ങാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഉറങ്ങില്ല. അതേസമയം അല്ലാത്ത സമയങ്ങളിൽ ഞാനൊരു 1 hour 2 hour ആഫ്റ്റർനൂണിൽ ഉറങ്ങാനുണ്ട്. അപ്പൊ അതല്ല, നിങ്ങൾക്ക് ഒറ്റയടിക്ക് 8 hours സ്ലീപ്പ് ഉണ്ടെങ്കിൽ അതും നല്ലതാണ്. അപ്പൊ സ്ലീപ്പ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. റെസ്റ്റ് ഞാൻ ചെയ്യുന്ന വീഡിയോസിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറയാം, ആ വീഡിയോ ചെയ്യാൻ ട്രൈ ചെയ്യാം. പിന്നെ പലരും ഇപ്പോൾ എന്റെ ചോദിക്കുന്നതാണ് പ്രോട്ടീൻ പൗഡർ യൂസ് ചെയ്ത് ഈ 3-4 ദിവസമായിട്ട് നിങ്ങൾ ആരെങ്കിലും കാണുന്നുണ്ടോ? ഇല്ല, ഞാൻ യൂസ് ചെയ്യുന്നില്ല. ഞാൻ എന്റെ വെയിറ്റ് ഗെയിനിന്റെ ആ ഒരു സമയത്ത് ആദ്യത്തെ ഒരു പ്രാവശ്യം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, മീൻസ് ഒരു 1 month. പിന്നെ നിർത്തി, പിന്നെ ചെയ്യുന്നില്ല. നോർമൽ ഫുഡ് തന്നെ നമ്മൾ ഗെയിൻ ചെയ്തിരിക്കുന്നതാണ് എന്തുകൊണ്ടും നല്ലതെന്നാണ് എന്റെ അഭിപ്രായം. ഞാൻ അല്ലാതെ ഞാൻ ചെയ്യുന്ന എന്തെങ്കിലുമൊക്കെ ഫുഡിന്റെ റെസിപ്പീസ് കാണുന്നുണ്ടെങ്കിൽ അതിന്റെ കമന്റ് ബോക്സിനകത്ത് ടൈപ്പ് ചെയ്യാം. ഞാൻ അല്ലെങ്കിൽ ഇനിയുള്ള അങ്ങോട്ടുള്ള വീഡിയോസ് ചെയ്യാൻ നോക്കാം. ഞാനിപ്പോൾ റിസന്റ് ഇട്ട വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഞാൻ കഴിക്കുന്ന ഷേക്സിന്റെ ഒക്കെ റെസിപ്പി. അപ്പൊ ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് എനിക്ക് പറയണമെന്ന് തോന്നി. ഞാൻ ഇങ്ങനെ വീഡിയോ എടുക്കാൻ സമയമില്ലാത്തതുകൊണ്ട് അതിരുന്നതാണ്. ബട്ട് ഇനി അങ്ങോട്ടുള്ള വീഡിയോസിനകത്ത് ഇങ്ങനത്തെ ചെറിയ വീഡിയോസ് കൂടി ക്ലിപ്സ് കൂടി ഞാൻ ആഡ് ചെയ്ത് സംസാരിച്ച് തരാൻ നോക്കാം. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ടൈപ്പ് ചെയ്തിടാം, എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ. അത് ഞാൻ പറഞ്ഞില്ല, ഞാനൊരു പ്രൊഫഷണൽ ആയിട്ട് നിങ്ങളത് അത് ചെയ്യും ഇത് ചെയ്യുന്നതുകൊണ്ട് പറഞ്ഞിരുന്നല്ല. ഞാൻ എന്റെ ഒരു എക്സ്പീരിയൻസിൽ എനിക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങൾ ചോദിക്കുന്ന ഡൗട്ടിൽ എന്റെ ഇൻക്ലൂഡ് ആയിട്ടുള്ള വല്ലതുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഷെയർ ചെയ്ത് തരാം, അല്ലെങ്കിൽ എന്റെ ജേർണിയിൽ നിന്ന് എനിക്ക് ഹെൽപ്ഫുൾ ആയിട്ട് ഷെയർ ചെയ്ത് തരാം. അല്ലാതെ നിങ്ങൾ ഒരു പ്രൊഫഷണൽ ആയിട്ട് ഞാൻ അങ്ങനെ വേണ്ടി ചെയ്യുന്നതല്ല. നിങ്ങൾക്ക് വല്ല ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ നോക്കിയിട്ട് അതിനനുസരിച്ച് വേണം ചെയ്യാനായിട്ട്. ബാലൻസ് എന്താ പറയാ, ഞാൻ പറഞ്ഞില്ലേ, ഈ ഫുഡും വർക്ക്ഔട്ടും റെസ്റ്റും പിന്നെ പ്രോപ്പർ ആയിട്ടുള്ള വെള്ളവും
ഈ 4 കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ വെയിറ്റ് ഗെയിൻ നിങ്ങൾക്ക് വേറെ ഒരു ഹെൽത്ത് ഇഷ്യൂസ് ഇല്ലാന്നുണ്ടെങ്കിൽ വെയിറ്റ് ഗെയിൻ ആവുക തന്നെ ചെയ്യും. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭൂരിഭാഗം ആൾക്കാരും 5 ദിവസം ചെയ്യും, 10 ദിവസം ചെയ്യും. അത് കഴിഞ്ഞ ശേഷം വെയിറ്റ് കൂടുന്നില്ല എന്ന് കാണുന്ന സമയത്ത് നിർത്തും. ആൻഡ് നിർത്തുന്ന സമയത്താണ് പ്രശ്നം വരുന്നത്. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 3 മാസോ 4 മാസോ ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി യു വിൽ ഗെയിൻ യുവർ വെയിറ്റ്. പുഷപ്പ് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് 50 പുഷപ്പ്, 50 സ്ക്വാട്സ്, അതേപോലെ ഇന്ന് കുറച്ച് ആപ്സിനോട് നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാം. പ്ലാങ്ക് അല്ലാതെ കുറച്ച് ആപ്സിന്റെ വർക്ക്ഔട്ട് ഞാൻ ചെയ്യുന്നത് നോക്കാമെങ്കിൽ അതെല്ലാം നിങ്ങൾക്ക് സെർച്ച് ചെയ്ത എത്ര വീഡിയോസ് അവൈലബിൾ ആണ്. അവിടെ നിങ്ങൾക്ക് വേണ്ട 1-2 നമുക്ക് എല്ലാം ഒരേപോലെ ചെയ്യാൻ പറ്റുന്നില്ല. നമുക്ക് വേണ്ട 2-3 നമുക്ക് സ്യൂട്ടബിൾ ആയിട്ട് സെലക്ട് ചെയ്യാം. അത് ഡെയിലി കൺസിസ്റ്റന്റ് ബേസിസ് ചെയ്ത് പോവാം. ഇപ്പോൾ എന്റെ പുഷപ്പിന്റെ അവസ്ഥ സെയിം തന്നെയാണ്, ഒരു ഇമ്പ്രൂവ്മെന്റും ഇല്ല. അതുകൊണ്ട് ചില കാര്യങ്ങൾ നമ്മൾ റിപ്പീറ്റഡായി ചെയ്യുന്ന സമയത്ത് നമുക്ക് വലിയ ഇമ്പ്രൂവ്മെന്റ് കാണുന്നില്ല. അതുകൊണ്ട് നമ്മൾ നിർത്തി പോയി കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ഒരു ഇമ്പ്രൂവ്മെന്റ് വരത്തില്ല. നമ്മൾ ചെയ്തുകൊണ്ടേ പോയി. എങ്ങനെ പോയാലും ഞാനിപ്പോൾ ഒരു 1 month 2 month പ്രോപ്പർ ആയിട്ട് പുഷപ്പിന് ടൈമും എഫോർട്ടും കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ സിൻസിയർ ആയിട്ട് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും ഒരു 2 months കഴിയുമ്പോൾ പുഷപ്പ് ശരിയാവും എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്. നമുക്ക് ഇന്നത്തെ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാം. എന്നോട് പിന്നെ പലരും പറയുന്നതാണ് ഫുഡ് ഓവറായിട്ട് കഴിക്കുമ്പോൾ ഛർദ്ദിക്കാൻ വരും എന്നുള്ള കാര്യം. അത് ഭയങ്കര കോമൺ ആണ്. കാരണം നമ്മുടെ ഇൻറ്റസ്റ്റൈൻ ഭയങ്കര ചെറുതാണ്. നമ്മൾ ഓവറായിട്ട് ഫുഡ് കഴിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഇപ്പോൾ ഒരു സ്മൂത്തി ആയി കുടിക്കുന്ന സമയത്ത് എനിക്കാണെങ്കിലും ഭയങ്കരമായിട്ട് വൊമിറ്റ് ചെയ്യാൻ വരും. ബട്ട് അത് നമ്മൾ കണ്ണടച്ച് കുടിക്കുക, ഗ്രാജുവലി ചെയ്ത് ശരിയായിക്കോളൂ കേട്ടോ.